നാസർ കൊളായി നോക്കൂ, ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിന്റെ പ്രതിഫലനമാണോ നിലമ്പൂരിൽ കണ്ടത് എന്നുള്ളതാണ്. അതായത് ഭരണവിരുദ്ധ വികാരത്തിനെതിരെയുള്ള വിലയിരുത്തലാണോ എന്നുള്ളതാണ് ആദ്യ മണിക്കൂറുകൾ മുതലുള്ള ചർച്ച. അതിലേക്ക് നമുക്ക് വിശദമായി വരാം. പക്ഷെ നോക്കൂ, ഇപ്പോൾ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ കാര്യങ്ങളിൽ, ക്ഷേമ പ്രവർത്തനങ്ങളിൽ ആർക്കും ഒരു തർക്കവും ഉണ്ട് എന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ നിലമ്പൂരിലെ കാര്യമെടുത്താൽ ലൈഫിന്റെ ഗുണഭോക്താക്കളടക്കം ആ എണ്ണം പോലും വാസ്തവത്തിൽ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. അപ്പോൾ അത്രയധികം പ്രവർത്തനങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറം ഇപ്പോൾ നോക്കൂ, നിലമ്പൂരിന്റെ ഒരു സ്വഭാവം നമുക്കറിയാം. ഒരു മലയോര മണ്ഡലമാണ്. വന്യജീവി പ്രശ്നങ്ങളടക്കം ഏറ്റവും രൂക്ഷമായി ബാധിച്ച മണ്ഡലം. വാസ്തവത്തിൽ അത്തരം വിഷയങ്ങളിൽ ഒരു സംസ്ഥാന സർക്കാരിനെ കൊണ്ട് നടത്താൻ കഴിയുന്ന ഇടപെടലൊക്കെയും ഈ സർക്കാർ നടത്തിയിട്ടുണ്ട്. അതിനപ്പുറം എന്തെങ്കിലും ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ ആണെന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്ര സർക്കാരിൽ നിന്നും എന്നതിലുപരി ഒരു അപ്പർ ഹാൻഡ്, അതിലൊരു സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാനാകുമെന്ന പരിമിതി ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമാകില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ BJP നയിക്കുന്ന NDA സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ LDF സർക്കാരിൽ നിന്നും അവർ പ്രതീക്ഷിച്ചു. അത് ആ നിലയിൽ മണ്ഡലത്തിൽ ഉണ്ടായില്ല എന്നൊരു വിലയിരുത്തൽ ഈ വന്യജീവി വിഷയത്തിലടക്കം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിശകലനമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ആമുഖമായി കോൺഗ്രസിൻ്റെ പ്രതിനിധി തൗഫീഖിന് അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് മുന്നണിക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പല കണക്കുകളും അദ്ദേഹം പറഞ്ഞു. സ്വരാജിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കിട്ടിയ വോട്ടിനേക്കാൾ വോട്ട് ഷൗക്കത്തിന് കിട്ടിയതുകൊണ്ട്, UDF കിട്ടിയതുകൊണ്ട് UDF ജയിച്ചു. അതാണ് അതിൻ്റെ രാഷ്ട്രീയം. അതിനപ്പുറം മറ്റ് കണക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ അശിത ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ചും നിലമ്പൂരിൽ അത് തൊട്ട് കാണിച്ചുകൊണ്ടാണ് വോട്ട് ചോദിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ. നിലമ്പൂർ ആശുപത്രി അവരുടെ മുമ്പിൽ വളരെ കൃത്യമാണ്, അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലൈഫ് ഭവന പദ്ധതിയിലൂടെ 10,000-കണക്കിന് ആളുകൾക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ വീടുകൾ ഉണ്ടാക്കി കൊടുത്തത്, ക്ഷേമ പെൻഷൻ, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. മാത്രമല്ല, നിലമ്പൂരിനെക്കുറിച്ച് പറയുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പിതാവ് ബഹുമാന്യനായ ആര്യാടൻ മുഹമ്മദിൻ്റെ സ്മരണകൾ ഉറങ്ങുന്ന സ്ഥലമാണ്. അദ്ദേഹം വിജയിച്ച കഥകളൊക്കെ പറഞ്ഞു. അദ്ദേഹം UDF ഭരണകാലത്ത് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു മനുഷ്യനാണ്. ആ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പവർ കട്ട് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 10 വർഷം, ഇപ്പോൾ ഒരു 15 വയസ്സായ ഒരു കുട്ടിക്ക് ചോദിച്ചാൽ പവർ കട്ടിനെ കുറിച്ച് ഒരറിവും ആ കുട്ടിക്ക് ഉണ്ടാവില്ല. കാരണം 10 വർഷമായി നമ്മുടെ നാട്ടിൽ പവർ കട്ട് എന്ന് പറയുന്ന പ്രതിഭാസം തന്നെയില്ല. അപ്പോൾ ആര്യാടൻ മുഹമ്മദ് കേരളത്തിലെ മന്ത്രിയായിരുന്ന കാലത്ത് നിന്ന് വന്നിട്ടുള്ള വലിയ മാറ്റം നമുക്കവിടെ കാണാൻ കഴിയും. മാത്രമല്ല, ഈ പ്രളയകാലത്ത് വലിയ ദുരന്തങ്ങൾ അനുഭവിച്ച പ്രദേശമാണ് നിലമ്പൂർ. ആ ദുരന്തബാധിത പ്രദേശങ്ങളിൽ അൻവറടക്കം പച്ചക്കള്ളം പറഞ്ഞത് ചാനലുകൾ തന്നെയാണ് പൊളിച്ചിട്ടുള്ളത്. സ്വരാജ് അടക്കമുള്ളവർ അവിടെ വന്നിട്ടുള്ളതും ആ പ്രളയം ബാധിച്ച് തകർന്നു പോയ ഒരു നാടിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, പുനഃസൃഷ്ടിക്കണം നമുക്ക് കേരളത്തെ, റീബിൽട്ട് കേരള. എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? പ്രളയത്തിന് മുമ്പുള്ള കേരളമല്ല, ഒരു പുതിയ കേരളം. പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന നിലമ്പൂരിലെ റോഡുകളിലൂടെ സഞ്ചരിച്ച മനുഷ്യർ ഇന്ന് സഞ്ചരിക്കുന്ന റോഡുകൾ ഏതാണ്? മലയോര പാത, ഈ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മലയോര പാതയുള്ള പ്രദേശമാണ് നിലമ്പൂർ. ആ നിലമ്പൂരിൽ പ്രളയത്തിന് മുമ്പുള്ള റോഡല്ല ഇപ്പോൾ ഉള്ളത്, പുതിയ റോഡുകളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ വികസനങ്ങൾ ഓരോന്ന് തൊട്ട് കാണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായി അവിടെ വോട്ട് ചോദിച്ചിട്ടുള്ളത്.